ഹായ് ഗൈസ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കെ രാമാനുജൻ എഴുതിയ സെൽഫ് പോർട്രേറ്റ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. കെ രാമാനുജൻ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അത്തിപ്പാട്ട് കൃഷ്ണസ്വാമി രാമാനുജൻ എന്നാണ്. ഇദ്ദേഹം ജനിക്കുന്നത് മാർച്ച് 16, 1929. മരണപ്പെടുന്നത് ജൂലൈ 13, 1993. അതായത് ഇദ്ദേഹത്തിന് 64 വയസ്സുള്ള സമയത്താണ് ഇദ്ദേഹം മരിക്കുന്നത്. He was an Indian poet and a scholar of Indian literature and linguistics. He was also a professor of linguistics at University of Chicago. ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡ്സ് ആണ് മാക്അർത്തർ ഫെലോഷിപ്പ്, സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മോളി ഡാനിയൽസ് രാമാനുജൻ എന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്നാണ്. സ്ട്രൈഡേഴ്സ്, ഹോക്കുവാലി ഹവില്ല, റിലേഷൻസ്, സെലക്റ്റഡ് പോയംസ് എക്സെട്ര. ഇനി നമുക്ക് കവിത നോക്കാം. സെൽഫ് പോർട്രേറ്റ് ബൈ കെ രാമാനുജൻ. ദ പോം ഈസ് ബേസ്ഡ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി. ഈ പോയത്തിലെ മെയിൻ കാര്യം എന്താണ്? ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റിയാണ്. ദിസ് പോയം ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. വളരെ ഷോർട്ട് പോയമാണ്. ദ പോം സ്റ്റാർട്ട് വിത്ത് മോഡേൺ മാൻസ് പ്രോബ്ലം. ഐ റിസംബിൾ എവറി വൺ ബട്ട് മൈ സെൽഫ് ആൻഡ് സംടൈംസ് സീ ഇൻ ഷോപ്പ് വിൻഡോസ് ഡിസ്പൈറ്റ് ദ വെൽ നോൺ ലോസ് ഓഫ് ഒപ്റ്റിക്സ്. ദ പോർട്രേറ്റ് ഓഫ് എ സ്ട്രേഞ്ചർ, ഡേറ്റ് unknown, often signed in a corner by my father. I resemble everyone but myself. ഇവിടെ പറയുന്നത് ദ ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റിയാണ്. പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. കെ രാമാനുജൻ ജനിച്ചു വളർന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലവഴിച്ചത് വെസ്റ്റേൺ സൊസൈറ്റിയിലുമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാഹ്മൺ ലൈഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ലൈഫാണ് മോഡേൺ സൊസൈറ്റിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നത്. കോട്ടും സ്യൂട്ടും ധരിച്ച് ഒരു റോബോട്ടിനെ പോലുള്ള ഒരു ലൈഫ്. ഒരു പഴഞ്ചൊല്ലില്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം. അതുപോലെ വെസ്റ്റേൺ കൾച്ചർ വന്നതോടുകൂടി മുൻപുള്ള ലൈഫിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ആളുകൾക്ക് വന്നു. രാമാനുജൻ ഒരു ആധുനിക കവിയാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നത് എല്ലാ ആധുനിക മനുഷ്യൻ്റെയും പ്രശ്നമാണ്. ഈ ആധുനിക ലോകത്ത് എല്ലാവരെയും സാമ്യപ്പെടുത്തുന്നതിന് എളുപ്പമാണ്. എന്നാൽ സ്വയം ഐഡൻറ്റിറ്റി അന്വേഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്പീക്കറും ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരാളാണ്. അദ്ദേഹം ഈ മോഡേൺ സൊസൈറ്റിയിലേക്ക് എത്തിപ്പെടാൻ കാരണം അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ക്രിസ്ത്യൻ ലേഡിയെയാണ്, മോളി ഡാനിയൽസ്. ആൻഡ് സംടൈംസ് സീ ഇൻ ഷോപ്പ് വിൻഡോസ്. അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ കടയുടെ വിൻഡോയിലെ കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിബിംബം കാണുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം ആണെങ്കിൽ കൂടിയും അതിലൊരു സ്ട്രേഞ്ചറിൻ്റെ പോർട്രേറ്റ് കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഷോപ്പ് എന്നതിന് 2 മീനിങ് ആണുള്ളത്. ഒന്ന് സാധാരണ ഷോപ്പിലെ കടകൾ, അതും രണ്ടാമത് ക്യാപിറ്റലിസവും. ഡിസ്പൈറ്റ് ദ വെൽ നോൺ ലോസ് ഓഫ് ഒപ്റ്റിക്സ്, ദ പോർട്രേറ്റ് ഓഫ് എ സ്ട്രേഞ്ചർ. The laws of optics refers to the refraction and reflection. ഒപ്റ്റിക്സ് നിയമങ്ങൾ ആവർത്തനത്തെയും പ്രതിഫലനത്തെയും സൂചിപ്പിക്കുന്നു. ഒപ്റ്റിക്സ് നിയമങ്ങൾ അറിയാമെങ്കിലും അയാൾ ഒരു അപരിചിതന്റെ ഛായാചിത്രം കാണുന്നു. ഡേറ്റ് unknown, often signed in a corner by my father. കവിക്ക് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നുമാണ്. ഇതാണ് സെൽഫ് പോർട്രേറ്റ് എന്ന കവിതയുടെ സമ്മറി. പ്രധാനമായിട്ടുള്ള തീം വരുന്നത് ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റിയാണ്.
ഇനി നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് നോട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം. The poem Self-Portrait is a very simple poem of A.K. Ramanujan. This poem based on the issue of identity. The poet can resemble everyone in the world with him. He sees everyone in him, but he cannot see or cannot find himself. Here we can see the identity crisis of the poet as he is not able to find his identity. His own identity or individuality seems to be lost. Sometimes he sees himself in shop windows. Though he sees himself in shop windows, he can't recognize himself. He sees only a stranger in him whom he does not know at all. He refers himself as a portrait of a stranger. He is unable to recognize his real self in the reflection, and so he sees the mirror image of a stranger. The laws of optics refers to the refraction and reflection. Though he knows the laws of optics, he sees the portrait of a stranger. The poet is unable to find his identity till yet. He has an identity which is not created by him, but this identity has come to him from his Father.